ഒന്ന് പറഞ്ഞേക്കാം, ഒന്നായി തന്നെ പറഞ്ഞേക്കാം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടിട്ട് ഇവിടെ ഒരു മുല്ലം നേടണ്ട, ഇവിടെ ഒരു മുല്ലം നേടണ്ട. CPM-ന് വിടുപണി ചെയ്യും, CPM-ന് വിടുപണി ചെയ്യും. BJP-യാണ് പറയുന്നേ, ഭരണം കൊണ്ട് വളർന്നവരല്ല, വെടിയുണ്ടകളെ പുല്ലായി കരുതിയ, വെടിയുണ്ടകളെ പുല്ലായി കരുതിയ വീരന്മാരുടെ പ്രസ്ഥാനം, വീരന്മാരുടെ പ്രസ്ഥാനം. തോക്കുകൊണ്ടും ലാത്തികൊണ്ടോ, തോക്കുകൊണ്ടും ലാത്തികൊണ്ടോ ഞങ്ങളെ ചെറുക്കാൻ നോക്കണ്ട, ഞങ്ങളെ ചെറുക്കാൻ നോക്കണ്ട. പ്രതിഷേധം CI വിപിനെ തെമ്മാടി, SI അഭിഷേകം സൂക്ഷിച്ചോ, SI അഭിഷേകം സൂക്ഷിച്ചോ. ഒരു നാണിയും കാക്കി ഊരും, ഒരു നാണിയും കാക്കി ഊരും. അന്ന് നിനക്കും പേപ്പട്ടിക്കും, ഒരേ ഗതി എന്നോർത്തോളൂ. ഇല്ല പിന്നോട്ടില്ല, ഞങ്ങൾ ഒഴുക്കിയ ചോരയ്ക്ക്, പകരം ഞങ്ങൾ ചോദിക്കൂ. പ്രതിഷേധം കൗൺസിലർമാരുടെ പ്രതിഷേധം. ജയ് BJP, ജയ് BJP. ആരോട്ട് വേണം കൗൺസിലറെ, വീട്ടിൽ കയറി മർദ്ദിച്ച, വട്ടിയൂർക്കാവിലെ പോലീസ് ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ജയ് BJP. കൗൺസിലർമാരെ, ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വട്ടിയൂർക്കാവിലെ പോലീസ് നടത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് CI വിപിനും SI അഭിഷേകം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ബഹുമാനപ്പെട്ട കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ പാപ്പനംകോട് സജി അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറിയും തിരുവനന്തപുരം നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ കരമന അജിത്താണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മേഖലാ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം നഗരസഭയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ചെമ്പഴന്തി ഉദയൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മരാമത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി മഞ്ജു GS-നെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി സത്യവതി അവർകളെ സ്വാഗതം ചെയ്യുന്നു. മറ്റ് സഹ കൗൺസിലർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ വിവിധ നേതാക്കളുണ്ട്, മുതിർന്ന കൗൺസിലർമാർ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ തിരുവനന്തപുരം നഗരസഭയിലെ
BJP കൗൺസിലർമാർ നടത്തുന്ന ഒരു പ്രതിഷേധ പ്രകടനമാണ് നടക്കുന്നത്. ഈ പ്രകടനത്തിന് ആസ്പദമായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സൂചിപ്പിച്ച ശ്രീ ഗിരി ഇവിടെ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ എന്നല്ല, കേരളത്തിൽ ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു നരനായാട്ടാണ് ഇന്നലെ രാത്രി ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നത്. ജനപ്രതിനിധിയായിട്ടുള്ള വാഴോട്ടുകോണം കൗൺസിലർ ശ്രീ സുഗതനെ വീട്ടിൽ കയറി മർദ്ദിച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ ഒരു വെടിവെപ്പുണ്ടാക്കി. ഈ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അന്തരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിദാരുണമായി മർദ്ദിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, കൊച്ചു കുട്ടികളടങ്ങുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ അതിദാരുണമായി മർദ്ദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് ആശുപത്രി ചികിത്സയിലാണ്, ഭാര്യ സഹോദരി ചികിത്സയിലാണ്, അതുപോലെ മക്കൾ ചികിത്സയിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഒരു അമ്പലത്തിൽ നടന്ന ഒരു തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലത്തെ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ശ്രീ സുഗതൻ ആ തർക്കസ്ഥലത്ത് പോയി. തർക്കസ്ഥലത്ത് നടന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ അത് ഒത്തുതീർപ്പാക്കാൻ പോയ കൗൺസിലറുടെ പേരിൽ, മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ വട്ടിയൂർക്കാവിലെ SI അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സുഗതൻ ഹൈക്കോടതിയിൽ പോയി. അതിന്റെ കേസ് ഹൈക്കോടതിയിൽ നടന്നു വരികയാണ്. അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് നടന്നു വരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കാതെ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി മർദ്ദിച്ച് വെടിവെപ്പുണ്ടാക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ നമ്മളൊന്ന് നോക്കണം. ബിബിൻ എന്ന് പറയുന്ന CI കുറച്ചു കാലമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചാർജ് എടുത്ത CI ഇവിടെ വന്നതിന് ശേഷം ഈ വട്ടിയൂർക്കാവ് പ്രദേശം മുഴുവൻ അക്രമം നടക്കുക. പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ അക്രമം നടക്കുന്നത്. വേലി തന്നെ വിളവ് തെല്ലുന്ന ഒരു കാര്യമാണ് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നത്. ഇലക്ഷൻ സമാധാനപരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി നിയമിക്കുന്നത്. പക്ഷേ ഈ വട്ടിയൂർക്കാവിൽ മാത്രം സ്ഥലം മാറി വന്ന CI പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ CPM-കാർ ഇവിടെ അക്രമം അഴിച്ചുവിട്ടത്. ഇത് കഴിഞ്ഞ 2-3 മാസക്കാലമായി ഈ പ്രദേശം മുഴുവൻ ഒരു അക്രമത്തിന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. ഇതിനെല്ലാം ഉത്തരവാദി ഈ ഇവിടുത്തെ SHO ബിബിനാണ്. അദ്ദേഹം ഇനി 2-3 ദിവസം കൂടെ ഇവിടെ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇവിടെ ആരോടൊക്കെയാണോ BJP പ്രവർത്തകരോട്, അത് ജനപ്രതിനിധി എന്നൊന്നുമില്ല, ആരോടാണോ അദ്ദേഹത്തിന് വൈരാഗ്യമുള്ളത് അവരുടെ ഒക്കെ വൈരാഗ്യം തീർക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വീട്ടിൽ സുഗതന്റെ 2 മക്കളും ഭാര്യയും മാത്രമുള്ള ആ വീട്ടിൽ കയറി വെടിവെപ്പുണ്ടാക്കി ഇവിടെ എന്തോ പ്രശ്നമുണ്ടോ എന്ന് കാണിച്ചുകൊണ്ട് വെടിവെപ്പ് നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു സാഹചര്യവുമില്ല. അവിടെ പോലീസിനെ എതിർക്കാനായിട്ട് ഒരു മനുഷ്യനും പോയില്ല, ഒരു BJP പ്രവർത്തകൻ പോയില്ല, അയൽവാസികൾ പോയില്ല, ആരും പോയില്ല. അവിടെ ആകെ കൂടി ആ വീട്ടിലുണ്ടായിരുന്നത് സുഗതനും ഭാര്യയും 2 കൊച്ചുകുട്ടികളുമാണ്. 2 പോലീസുകാർ, കള്ളന്മാരെ പോലെ പോലീസുകാർ അവിടെ എത്തിയിട്ട് മഴ പെയ്യുന്നു, ഞങ്ങളൊന്ന് വീട്ടിനകത്ത് കയറി നിന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ വീട്ടിനകത്ത് മഫ്തിയിൽ വീട്ടിനകത്ത് കയറിയതിനു ശേഷം ആ വീട്ടിനകത്തിരിക്കുന്ന സുഗതനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കിടന്ന് വിളിക്കുകയാണ്. നാട്ടുകാർ ഓടിക്കൂടുന്നതിന് മുമ്പ് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് എന്തോ വലിയ കുറ്റവാളി അദ്ദേഹത്തെ പിടിച്ചിവിടെ എന്തോ വലിയ സംഭവം കാണിച്ച് പിടിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബിബിൻ ഒരു വലിയ സംഭവമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇതുപോലെ ഇവിടെ എത്രയോ ക്രിമിനലുകൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതിനു മുമ്പ് നടന്ന ഇവിടുത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോമൽ അയാൾ ഈ പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയാണ്. എത്രയോ ദിവസം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പോലീസിന്റെ മുന്നിൽ കൂടി. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ED പരിശോധനയ്ക്ക് വന്നപ്പോൾ ഈ പോലീസുകാരുടെ മുന്നിൽ കൂടിയാണ് CPM-ന്റെ അക്രമി സംഘം ഈ തിരുവനന്തപുരം നഗരത്തിൽ ED ഉദ്യോഗസ്ഥരെ ഇത്രയും ദാരുണമായി ആക്രമിച്ചിട്ട് ഒരു ലാത്തി എടുത്തു പോലും എന്തെന്ന് ചോദിക്കാത്ത പോലീസാണ് സാധാരണ ഒരു വീട്ടമ്മയുടെ മുന്നിൽ ചെന്ന് തോക്കെടുത്ത് ചൂണ്ടിക്കൊണ്ട് അവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്.
കേരള പോലീസിന് നാണക്കേടാണ്. ഈ പോലീസ് ഭരണ സംവിധാനം മാറി UDFന്റെ ഭരണമുണ്ടെങ്കിലും ഇന്ന് കേരളം ഭരിക്കുന്നത് LDFന്റെ പോലീസാണ്. ഒരു കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസുകാരെ ഇങ്ങനെ കയറൂരി വിടില്ല. ഭരണം മാറിയെങ്കിലും ഇന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനും വിവിധ പോലീസ് സ്റ്റേഷനൊക്കെ ഭരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ്. ഇതിനെതിരെയാണ് അങ്ങനെ ഒരു കൗൺസിലർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത് കൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ BJP കൗൺസിലർമാർ കൗൺസിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ നമ്മൾ മാർച്ച് നടത്തുന്നത്. വളരെ സമാധാനപരമായിട്ടാണ് മാർച്ച് നടത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ നിരവധി മാർച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാക്കി നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളാരും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. നീതി വേണം കേരളത്തിൽ, തിരുവനന്തപുരത്ത് നീതി വേണം. തിരുവനന്തപുരത്ത് സാധാരണക്കാര ജനങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് നീതി ലഭിക്കുന്നത്? ഒരു ജനപ്രതിനിധിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കില്ലെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഇതിനെതിരെയാണ് BJP കൗൺസിലർമാർ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ചിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടി പോലീസ് അധികാരികളുടെ മുന്നിലേക്ക് വരും ദിവസങ്ങളിൽ നടത്താൻ പോവുകയാണ്. ഈ CI വിപിനെ അയാളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കേരള പോലീസിന് തന്നെ അപമാനമാണ്. അയാളിന് എവിടെ ജോലി ചെയ്യാൻ പോയാലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അയാൾക്കെതിരെ ഉണ്ടാകും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഈ വരാൻ പോകുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ കരമന അജിത്ത് അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പാപ്പനംകോട് സജി അവറുകൾ, അതുപോലെ തന്നെ മേഖലയുടെ സെക്രട്ടറിമാരായ ശ്രീ ഗിരികുമാർ, ശ്രീ ചെമ്പഴന്തി ഉദയൻ, പാർട്ടി നമ്മുടെ ആരാധ്യനായ ഡെപ്യൂട്ടി മേയർ ശ്രീ ആശാനാഥ്, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ സഹ കൗൺസിലർമാരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്നിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ 50 കൗൺസിലർമാർ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് നടയിൽ വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി പറയുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു വിപിൻ എന്ന് പറയുന്ന CA, അതുപോലെ തന്നെ ഒരു SI, SIയുടെ പേരുന്നു അഭിഷേക്, ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ വട്ടിയൂർക്കാവും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിന്റെ പരിസരത്തും സമാധാനം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇലക്ഷൻ ഡ്യൂട്ടിയുടെ പേരിൽ ഇവിടെ വന്നത്. പ്രിയമുള്ളവരെ, അവർ എന്നു മുതലാണോ ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ചാർജ് എടുത്തത്, അന്നു മുതൽ ഈ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ വട്ടിയൂർക്കാവ് പ്രദേശത്തും സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം വാർഡിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ചെന്ന് പ്രശ്ന പരിഹാരം കാണേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഒരു കൗൺസിലറുണ്ട്. ഞങ്ങളെല്ലാം കൗൺസിലർമാരാണ്. എവിടെയെങ്കിലും സമാധാന അന്തരീക്ഷം നശിക്കുന്നു എന്ന് കാണുമ്പോൾ അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ ജനപ്രതിനിധിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യമാണ് സുഗതൻ നടത്തിയത്. ആ സുഗതനെ 307 വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്നു. കൊലപാതക ശ്രമമാണ് 307. പ്രിയമുള്ളവരെ, ഈ സുഗതൻ എന്ന് പറയുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന്
ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിക്കെതിരെ ഒരു അന്വേഷണവുമില്ലാതെ 307 കേസെടുത്ത് ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ, നമുക്കറിയാം ഇവിടെ സ്ഥിരമായിട്ട് ESIയും അതുപോലെ തന്നെ SIയും ഇവിടെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ഇരിക്കാനും പറ്റില്ല. കാരണം ഇനി 2-3 ദിവസം മാത്രമേ ഇവർക്ക് ഇവിടുന്ന് പോകാനുള്ളൂ. പക്ഷേ ഇരിക്കുന്ന കാലം ഞാൻ എന്തോ ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ഞാൻ CI ആണ്, ഞാൻ SI ആണ്. ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ചില സിനിമയിലൊക്കെ സുരേഷ് ഗോപിയൊക്കെ വന്ന് ഇറങ്ങുന്ന സീന്. സ്വന്തമായി സുരേഷ് ഗോപി ആകുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ CI. പ്രിയമുള്ളവരെ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ട്. ആ കേസുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള കേസുമായി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി നിയമപരമായി സുഗതൻ സമീപിച്ചു. പ്രിയമുള്ളവരെ, ആ കേസ് നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു 10 ദിവസത്തെ സമയം തരുന്നു, നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകണം. സുഗതന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിക്കൻ ബോക്സ് പിടിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിൽ കുറച്ച് സമയം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും റിട്ട് സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 3 ദിവസത്തെ സമയം കൊടുക്കാതിരിക്കുവാൻ വീട്ടിൽ അതിക്രമിച്ചു കയറി. പ്രിയമുള്ളവരെ, ഒരാളിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇത്തരത്തിലാണോ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? 2-3 പോലീസുകാർ ആദ്യം ആ വീടിന്റെ പരിസരത്ത് കറങ്ങി ഗുണ്ടയെ പെരുമാറുന്നത് പോലെ, ഒരു സാമൂഹ്യ വിരുദ്ധനെ പെരുമാറുന്നത് പോലെ സുഗതന് നേരെ അക്രമം അഴിച്ചുവിട്ടു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണോ? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ എന്തിനേറെ പറയുന്നു, 14 വയസ്സുള്ള കുട്ടിയുടെ നേരിൽ അങ്ങെടുത്ത് തോക്കെടുത്ത് വെടിവെക്കുകയാണ്. അത് ആ കുട്ടിയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. ഇതാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ? പ്രിയമുള്ളവരെ, ആ തോക്ക് ചൂണ്ടിയ ആ കുട്ടിക്ക് 14 വയസ്സ് മാത്രമുള്ള നമ്മുടെ സുഗതന്റെ മകൻ ഇന്നും ഭയത്തോടെയാണ്. മറ്റ് പോലീസുകാരെയല്ല, സാധാരണക്കാരെ കാണുമ്പോൾ ഇന്നിപ്പോ ഭയത്തോടെയാണ് ആ കുട്ടി. അവന്റെ മാനസിക നില തന്നെ പരിഭ്രാന്തികൾ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ സമാധാനം സൃഷ്ടിക്കുവാൻ വേണ്ടി, ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഇവിടെ എന്ത് അക്രമമാണ് ഇവിടെ നടന്നത്? ഈ വട്ടിയൂർക്കാവും പ്രദേശത്തും ഏതെങ്കിലും തരത്തിലുള്ള അക്രമം നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പെരുമാറുന്നത്? എന്തിനാണ് CIയും അതുപോലെ തന്നെ SIയും ഇത്തരത്തിൽ പെരുമാറുന്നത്? ഇത് കണ്ട ഇതുപോലുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരെ കണ്ടവരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ. ഞങ്ങൾ കൗൺസിലർമാരായത് അങ്ങ് വാർഡ് പൊളിച്ചു വന്നവരല്ല. ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലർമാരുടെ നേരെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഇവിടുത്തെ വിപിനും അതിന് അഭിഷേകും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊക്കെ ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ഇനി ഒരുപാട് ഈ ജോലിയെടുക്കേണ്ടവരാണ്. കേരള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയെടുക്കേണ്ടവരാണ്. ഭാരതീയ ജനതാ പാർട്ടി പഴയ പാർട്ടിയല്ല. ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ മുക്കിലും മൂലയിലും പടർന്ന് പന്തലിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ചെറുപ്പക്കാരായ നിങ്ങൾക്ക് സ്വൈരമായി ഇതല്ലെങ്കിൽ വേറൊരു സ്റ്റേഷനിൽ പോയി ജോലിയെടുക്കേണ്ട സഹോദര എന്ന് തന്നെ പറയുന്നു. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് സ്റ്റേഷനിൽ പോയി പണിയെടുത്താലും നിങ്ങളുടെ പിന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വൈരമായിട്ട് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ നിങ്ങൾ അവസാനിപ്പിക്കണം. BJP കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് CA ആണ്. ഇനി ഒരു IPSഉം IAS ഒക്കെ എടുത്ത് ഇവിടെ ഭരണം നടത്തേണ്ടവരാണ് നിങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കുമുണ്ട് കുട്ടികള്, നിങ്ങൾക്കുമുണ്ട് ഭാര്യ, നിങ്ങൾക്കുമുണ്ട് സഹോദരങ്ങള്. നിങ്ങളുടെ സഹോദരന്റെ മുന്നിൽ വെച്ച്
നിങ്ങളുടെ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രവണത കാണിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. CI ആയിരുന്നാലും SI ആയിരുന്നാലും താൽക്കാലികമായി ഇവിടെ ജോലിയെടുക്കാൻ വന്നവരായിരുന്നാലും ഇത് സ്ഥിരമായി ജോലിയെടുക്കേണ്ടവരാണ്. പല സ്റ്റേഷനുകളിലും സ്ഥിരമായി ജോലിയെടുക്കേണ്ടവരാണ്. സ്വയമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സ്വൈരമായി BJP-ക്കാരെ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ അവരുടെ വ്രണപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പണിയെടുക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഈ സിയോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലതരത്തിലുമുള്ള പല സ്റ്റേഷനുകളും തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് പല സ്റ്റേഷനുകളുമുണ്ട്. ആ സ്റ്റേഷനുകൾ, നിരവധി സ്റ്റേഷനുകൾ വയസ്സായ ഞാൻ എങ്ങോട്ട് പോയി വന്ന് വരാതി എനിക്കറിയാം. ആദ്യം മഞ്ചാരി വീട്ടിൽ പോവാൻ പതിക്കെ അമ്മച്ചി പോണം. പോട്ടെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനത്തിലുംപ്പെട്ട പ്രവർത്തകരെ അവർക്ക് നേരെ ഈ തരത്തിലുള്ള പ്രവണതകളും വെച്ചുകൊണ്ട് ഇനി ഒരു സ്റ്റേഷനിലും നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ സമര പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.